ആ കാർമേഘം ഇതൊക്കെ തട്ടി നീക്കി ഖാദർ മൗലവി പറഞ്ഞോത്രേ ഇവിടെ മഴ വേണ്ടെന്നാ പറഞ്ഞോത്രേ. ആ മഴ ഇതില് പോയതന്നെ കണ്ടില്ല എന്നാ പറഞ്ഞത്. ഇത് ഖാദർ മൗലവിന്റെ കറാമത്തായിട്ട് മുജാഹിദ് പുസ്തകത്തിൽ മുജാഹിദാളെ എഴുതി വെച്ച ചില്ലറ പുസ്തകമല്ല, KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തില് ഇസ്ലാഹി പ്രസ്ഥാനം എന്നുള്ള പുസ്തകത്തിൽ മുജാഹിദാളെ എഴുതി വെച്ചതാണ്. നിഷേധിക്കുകയാണെങ്കിൽ ഇതിന് തെളിവൊക്കെ നമ്മൾ തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കുരുവട്ടൂര് കോമാടൻ സ്വയം പ്രഖ്യാപിത ഔലിയ. ആരും വിവരമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും ഓൻ ഔലിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ഓൻ ഔലിയ ആയിട്ട് പ്രഖ്യാപിച്ചത് ഓൻ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉമ്മാന്റെ പള്ളന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഖുർആൻ ഓതീനോ ഞാൻ ഔലിയാണ് എന്ന് പറഞ്ഞു ഓൻ പ്രഖ്യാപിച്ചു, ഓൻ വന്നതാ. ഓന്റെ കറാമത്തും കാര്യങ്ങളൊന്നും ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും പറയുന്നതോ അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ കേട്ടിട്ടുമില്ല. ഓന്റെ കറാമത്തൊക്കെ ഓൻ തന്നെ പഠിച്ചുണ്ടാക്കിയാണ്ട് ഓൻ പറയുന്നതാണ് നമ്മൾ കേട്ടത്. ഇപ്പൊ ഓനക്കും വേണ്ടി വായാടിത്തരം പറഞ്ഞ് നടക്കുന്ന 2-3 കക്ഷികളുണ്ട്, കോളാമ്പിയാള്. ഓര് പോലും പരസ്യമായിട്ട് ഇവന്റെ ഒരു കറാമത്ത് പറഞ്ഞാണ്ട് പ്രസംഗിക്കാൻ ഓൽക്ക് പോലും ധൈര്യമല്ല. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കുക, ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിലായപ്പോൾ തന്നെ വിശുദ്ധമായ ഖുർആൻ ഓതി എന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ ഈ കോമാടനും, ആ കോമാടൻ തന്നെ 3 ജുസ് ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്നാണ് മനപ്പാടാക്കിയെന്ന് പച്ചക്കോൻ പറയുമ്പോൾ പോലും ഇപ്പൊ എന്താ അങ്ങനെ ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതിയ കോമാടനൊരു കറാമത്തില്ലാത്ത? അല്ലെങ്കിൽ അത്തരത്തിലൊരു കറാമത്ത് ഈ 4, 3, 7 അനുയായികൾ ആരും എന്താ പറയാത്തത്? അപ്പോ മനസ്സിലാക്കണം, അതിവിടെ സുന്നത്ത് ജമാഅത്തിന്റെ അടിയിൽ വിലപ്പോവില്ല എന്നുള്ളത്. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ അടിയില് അതിവിടെ നടക്കൂല. ഈ കള്ളനാണയത്തെ തിരിച്ചറിയും. ഈ കള്ളനാണയമൊന്നും ഔലിയാക്കളിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അവനൊന്നും കറാമത്ത് ഇവിടെ ചെലവാകൂല എന്നുള്ളതൊക്കെ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ കോളാമ്പിയാള് ഓന്റെ കറാമത്തും കാര്യങ്ങളൊന്നും ഇവിടെ പറയാത്തത്. വാസ്തവത്തിൽ യഥാർത്ഥമായ ഔലിയായിൽ പെട്ട ആളല്ലല്ലോ ഓൻ കാട്ടുകള്ളനാ. ഇത് വിവരമുള്ള ആലിമീങ്ങളും അതുപോലെ മഹാനരായ വൈലത്തൂർ പാപ്പയും നമ്മളോട് പറഞ്ഞതാണ്, ഓൻ കാട്ടുകള്ളനാണ്, ലോക കള്ളനാണ്. അപ്പൊ ഈ അവസാന കാലഘട്ടത്തിൽ ഇത്തരം ആളുകളൊക്കെ അവിടെ വന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നവർ വരുന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനൊക്കെ ഇപ്പൊ സാധാരണക്കാരനാണ്. ഒരുപാട് ഔലിയാക്കള് നമ്മുടെ കേരളത്തിലടക്കം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വന്ന് വഫാത്തായി പോയ മഹാനരായ CM വലിയുല്ലാഹി, അതൊക്കെ ഔലിയാക്കളില് പ്രമുഖരായ നേതാക്കന്മാരാണ്. അതിലൊന്നും ഒരു തർക്കമല്ല കേട്ടോ. മഹാനരായ CM വലിയുല്ലാഹിയും ആ CM വലിയുല്ലാഹിയുടെ പേരും പറഞ്ഞ് നടക്കുന്ന ഈ കോമാടനും ശിങ്കടികളൊന്നും ഔലിയാക്കളിൽ നിന്ന് പോയിട്ട് അതിന്റെ അരികെ പറ്റാൻ പോലും സാധ്യതയില്ല. കാരണം ഔലിയാക്കളെ റൂട്ട് കാരണം അള്ളാഹു താലയിലേക്ക് അടുപ്പിക്കുക, ജനങ്ങളെ നന്നാക്കുക. ഇവരെ റൂട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലയിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ തെറിൻ തോണിയാസം പറയുക, ആളുകളെ പേപ്പിക്കുക. ഇതാണ് ഇവരെ റൂട്ട്. അതൊരിക്കലും ഔലിയാക്കളെ റൂട്ടല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കോമാടൻ എന്ന് പറയുന്ന കരിഞ്ചന്ത ചെലവാകാത്തത് കൊണ്ട് തന്നെ ആ കരിഞ്ചന്തനെ തൽക്കാലം ലോകം നിയന്ത്രിക്കാനും അതുപോലെ വലിയ മഷായിക്കാക്കിയിട്ടും അങ്ങനെ അവതരിപ്പിച്ചു വെച്ചു എന്നല്ലാതെ ആ കോമാടനെ ചെലവാക്കാൻ വേണ്ടി മഹാനരായ CM വലിയുല്ലാഹിയുടെ മറവിലാണ് ഈ കള്ളന്മാര് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് CM വലിയുല്ലാഹിയുടെ മഹത്വം ഇങ്ങനെ പറയും. അപ്പൊ കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇവര് CM വലിയുല്ലാഹിനെ കുറിച്ചാണല്ലോ പറയുന്നത്. വാസ്തവത്തിൽ ആ പറയുന്നത് എന്തിനാ? CM വലിയുല്ലാഹിയിലും ഇവർക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം മഹാനരായ CM വലിയുല്ലാഹിക്ക് പോലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് CM വലിയുല്ലാഹിയെ പോലും ജനമധ്യത്തിലിട്ട് താറടിക്കും വിധത്തിലാണ് ഈ വട്ടൂരികൾ ഈ കോളാമ്പികൾ പ്രസംഗിച്ച് നടക്കുന്നത്. ഞാൻ ആലോചിച്ചു നോക്കുകയാണ്, മഹാനരായ CM വലിയുല്ലാഹി അള്ളാഹു താലാന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖന. ആ CM വലിയുല്ലാഹിയെ ഈ തെരുവിലിട്ടുകൊണ്ട് ഇത്രമാത്രം തെറി പറയാനും തോണിയാസം പറയാനും ആക്രമിക്കപ്പെടാനും അവസരം വെച്ചു കൊടുത്തത് ആരാ? ഈ വട്ടൂരികൾ വന്നതിന്റെ ശേഷമല്ലേ? അതിനു മുമ്പ് CM വലിയുല്ലാഹിയെ ഇത്രമാത്രം ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? ഈ വട്ടൂരികൾ വന്നതിന്റെ ശേഷം ഇവിടുത്തെ യുക്തിവാദികളും വഹാബികളെ പിന്നെ പറയുന്ന വേണ്ട. ഒരിക്കൽ ഔലിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള ഔലിയാക്കളെ പോലും വഹാബികൾ അംഗീകരിക്കണില്ല. അതാണ് വഹാബികളുടെ ഇത്. ഈ വഹാബിക്ക് ഒത്താശ പാടിക്കൊണ്ട് നടക്കുന്ന ഈ വട്ടൂരികളായ കുരുവട്ടൂരികളെ അവരെ നമ്മള്
നല്ലോണം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം അവരെ. ആ കണിവലയിൽ ഒരിക്കലും പെട്ടുപോകരുത്. അത് അവസാനം ചെന്നെത്തല് ചേകന്നൂരിസത്തിലേക്കാണ്. കാരണം ഇപ്പൊ ചേകന്നൂരിസത്തിനെയാണ് കൂട്ടുപിടിച്ചിട്ടുള്ളത്. ഒക്കെ നമ്മളിപ്പോ പല പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹു തആലാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആലാനെ ആക്കണ്ടേ. അല്ല അപ്പൊ ഞാൻ നാളെ പിറ്റേന്ന് വലിയൊരു പച്ച ഒല്ലി ഇട്ട് കണ്ട് കുറച്ച് ദിക്കറൊക്കെ ചൊല്ലിയിട്ട് ഞാൻ ഔലിയാണെന്ന് പറഞ്ഞാല് ജനങ്ങൾ കല്ലെടുത്തെറിയും. ഇതാണ് ഇപ്പൊ കോമാടന് സംഭവിക്കുന്നത്. ഓൻ വലിയ ഔലിയ അത്രേ. എന്നിട്ട് ഇങ്ങനെ കൊല്ലിന്നൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കിയാണ്ട് കുറച്ച് ദിക്കറാണ് ചൊല്ലുമ്പോ ആരെങ്കിലും കയ്യിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധുക്കളെ അതിന് തിരിച്ചു പോന്നോളി. കാരണം അതൊക്കെ ഇബിലീസിന്റെ കച്ചികളാണ്. ഇപ്പൊ ഇബിലീസ് വരെ നന്നാവും പറഞ്ഞാണ്ടാണ് ഇപ്പൊ ആ കൗമ് നടക്കുന്നത്. ഇബിലീസ് മുസ്ലിമാവും പറഞ്ഞാണ്ടാണ് ഈ കൗമ് നടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. വിശുദ്ധമായ ഖുർആന് വളരെ കർക്കശമായി പറഞ്ഞതാണ് ഇബിലീസ് നരകത്തിലാണ് എന്നും ഖിയാമത്ത് നാൾ വരെ ലഅനത്ത് ചെയ്യപ്പെട്ടു എന്നൊക്കെ വിശുദ്ധമായ ഖുർആനിലടക്കം പറഞ്ഞിട്ട് ആ ഖുർആന്റെ ആയത്ത് പോലും പാച്ചയായി തുറവ്യാഖ്യാനിക്കുന്ന ഈ മൗലവിയൊക്കെയാണ് കോമാടനെ ഔലിയാക്കിയിട്ട് അവതരിപ്പിക്കുന്നത്. അവൻ കള്ളന സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആരും അതിൽ പെട്ടുപോകണ്ട. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോ വഹാബികൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവും. എന്ത്? വഹാബികളോട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. ഔലിയാക്കളുണ്ട്. മഹാനരായ CM വലിയുല്ലാഹി ഔലിയയിൽപ്പെട്ട ആളാണ്. മമ്പുറത്തപ്പാപ്പ ഔലിയയിൽപ്പെട്ട ആളാണ്. ഔലിയാക്കളുണ്ട്. അത് വിശ്വസിക്കുന്നവരാ സുന്നികളെ. ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകളും അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ വിശ്വസിക്കുന്നവരാ സുന്നികളെ. മനസ്സിലായോ? ഈ വട്ടൂരികൾ CM വലിയുല്ലാഹിയുടെ പേര് പറഞ്ഞു എന്ന് കരുതിയാണ്ട് CM വലിയുല്ലാഹിയെ സുന്നികൾ ഒരിക്കലും തള്ളൂല. കാരണം അത്രയും അല്ലാഹു തആലാനെ പേടിച്ച് ജീവിച്ച വലിയ മഹാനാണ് CM വലിയുല്ലാഹി. ഓക്കെ. എന്നാ പിന്നെ ഈ വഹാബി മതത്തില് മുജാഹിദ് മതത്തിൽ ഔലിയാക്കളൊന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിച്ചൂല. മുജാഹിദ് മതത്തിലെ ഔലിയാക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പൂളക്കൊമ്പിനും കാതലുണ്ട് എന്ന് പറഞ്ഞ വായിക്കാം. മുജാഹിദ് മതത്തിൽ ഒരിക്കലും ഔലിയാക്കൾ ഉണ്ടാവില്ല. ഔലിയാക്കളൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലാഹു തആലാനെ അത്രമാത്രം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കുമ്പോഴാണ് ഔലിയ ആകുക. ഞാനിത് പറയാൻ കാരണം മുജാഹിദ് മതം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്താണ്. അപ്പൊ മുജാഹിദ് മതത്തിൽ ഒരിക്കലും ഔലിയാക്കൾ ഉണ്ടാവില്ല. കാരണം ഔലിയാക്കൾ ഉണ്ടാകല് സുന്നികളിലൂടെയാണ്. അപ്പൊ മുജാഹിദ് മതത്തിൽ ഒരിക്കലും ഔലിയാക്കൾ ഉണ്ടാവൂല. കാരണം മുജാഹിദ് മതം എന്ന് പറയുന്നത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മത. പിന്നെ എങ്ങനെ ഇല്ലാലോ ഔലിയാക്കൾ ഉണ്ടാകുക? അതിൽ പിരാന്തന്മാരുണ്ടോ? ഇത് ഞാൻ വെറുതെ പറയല്ല. ഇവിടെ മുജാഹിദുകൾ അതിന്റെയൊക്കെ പേരില് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മൗലവിമാരെ വലിയ ഔലിയാക്കളിൽ പ്രമുഖരായിട്ടൊക്കെ അവര് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അവർക്ക് തന്നെ അറിയാം സമൂഹത്തിന്റെ മുമ്പിൽ ഇതൊന്നും വില പോവില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അത് വല്ലാതൊന്നും യേശിട്ടുമില്ല. ഞാനത് പറയാൻ കാരണം മുജാഹിദ് മതത്തിന്റെ ഏറ്റവും വലിയ നേതാവായ പത്തപ്പിരിയത്തെ ഖാദർ മൗലവി AP അബ്ദുൽ ഖാദർ മൗലവി കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ. ആ ഖാദർ മൗലവിന്റെ കറാമത്ത് മുജാഹിദുകൾ പച്ച മലയാളത്തില് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന KNM അടിച്ചിറക്കിയ പുസ്തകത്തിൽ പച്ച മലയാളത്തിലെ ഖാദർ മൗലവിന്റെ കറാമത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. മുജാഹിദ് മതത്തിലെ ഔലിയെ ഖാദർ മൗലവിന്റെ കറാമത്ത്. പൂളക്കൊമ്പിനും കാതൽ എന്നൊക്കെ പറഞ്ഞമാർക്ക് ഖാദർ മൗലവിക്കും കറാമത്ത്. എന്താണ് ആ കറാമത്തായിട്ട് പറയുന്നത്? കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ മുജാഹിദ് സമ്മേളനം നടക്കുന്ന സമയത്ത് മഴ ആർത്തലച്ചുലച്ചിങ്ങനെ വരികയാണ് എന്നാ പറഞ്ഞേ. ഇരുണ്ടിങ്ങനെ കൂടി മഴ വരുന്ന സമയത്ത് ഖാദർ മൗലവി സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. മഴയാണല്ലോ ഇപ്പൊ ഈ വരുന്നത്. ഇത് പച്ച മലയാളത്തിൽ മുജാഹിദാളെ എഴുതിച്ചതാണ്. അപ്പൊ മഴ ഇങ്ങനെ വന്നപ്പോ ഖാദർ മൗലവിന്റെ അടുത്ത് എല്ലാ സമ്മേളനമാണല്ലോ മുജാഹിദിന്റെ. ഖാദർ മൗലവിനോട് പറഞ്ഞത്ര മൗലവി മഴ പെജ്ജുന്നുണ്ട്, മഴ വരുന്നുണ്ട്. അതിൽ ഖാദർ മൗലവി ഇങ്ങനെയാണ് കാട്ടിയ ഇവിടെ മഴ മാണ്ടാന്ന് പറഞ്ഞപ്പോ മഴ ഖാദർ മൗലവി കജ്ജോണ്ട് ഇങ്ങനെയാണ് കാട്ടി അത്രേ. ആ കാർമേഘം ഇതൊക്കെ തട്ടിയാണ് നീക്കി ഖാദർ മൗലവി പറഞ്ഞു അത്രേ ഇവിടെ മഴ വേണ്ടാന്നാണ് പറഞ്ഞു അത്രേ. ആ മഴ പോയത് തന്നെ കണ്ടില്ല എന്നാ പറഞ്ഞത്. ഇത് ഖാദർ മൗലവിന്റെ കറാമത്തായിട്ട് മുജാഹിദ് പുസ്തകത്തിൽ മുജാഹിദാളെ എഴുതി വെച്ച ചില്ലറ പുസ്തകമല്ല. KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തില് ഇസ്ലാഹി പ്രസ്ഥാനം എന്നുള്ള പുസ്തകത്തിൽ മുജാഹിദാളെ എഴുതി വെച്ചതാണ്. നിഷേധിക്കുകയാണെങ്കിൽ ഇതിന് തെളിവൊക്കെ നമ്മൾ തരും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മഴ ആർത്തുലച്ചു ഇങ്ങനെ വരുമ്പോ മഴ സ്വന്തം കൈകൊണ്ട് ഖാദർ മൗലവി തട്ടി ഒഴിവാക്കി മഴ പെഴുതിയില്ല. പച്ചക്ക് പറയാ മഴ പെഴുതില്ല. എന്നിട്ട് അതിന്റെ മഴ പെയ്തില്ല പറഞ്ഞിട്ട് അവിടെ നിർത്തണം. പിന്നെന്താ പോലെ പറയുന്നോ? മെയ് മാസത്തിലെ ചൂട് ക്ഷമിപ്പിക്കും വിധം
മെയ് മാസത്തിലെ ചൂട് ശമിപ്പിക്കും വിധം മഴത്തുള്ളികൾ ഉറ്റി വീണു. പിന്നെ മഴയാറെന്താ മാനത്തുനിന്ന് കുമ്പളങ്ങ ചാടല, മഴത്തുള്ളികൾ പറഞ്ഞ വെള്ളത്തുള്ളികൾ തന്നെ അല്ലേ, അത് ഉറ്റി വീണിട്ടുണ്ട്. മഴ പെയ്തില്ല എന്ന് പറഞ്ഞിട്ടപ്പോ ഇത് പറയണതേ. മെയ് മാസത്തിലെ ചൂട് ശമിപ്പിക്കും വിധം മഴത്തുള്ളികൾ ഉറ്റി വീണിട്ടുണ്ട്. ദത്തപ്പത് കഥ. പിന്നെ മഴയാറിന് ആന കുമ്പിട്ടതാ, മഴത്തുള്ളികൾ ഉറ്റി വീണിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു കള്ളക്കറാമത്തായി പരിചയപ്പെടുത്തുമ്പോ തന്നെ ഇതിൽ കള്ളത്തരണ്ട് എന്നുള്ള മഴത്തുള്ളികൾ ഉറ്റി വീണു. മഴ പെയ്തില്ല എന്ന് പറഞ്ഞു കൊടുത്ത് പിന്നെ മഴത്തുള്ളികൾ ഉറ്റി വീണു എന്ന് പറയുമ്പോ അവിടെ തന്നെ മനസ്സിലാക്കുക ഇത് കള്ളക്കറാമത്താണ്. ഇങ്ങനെ പല ജാതി കറാമത്തുകളൊക്കെ മുജാഹിദ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ഖാദർ മൗലവി പറഞ്ഞ ചില്ലറക്കാരനും അല്ല, അദ്ദേഹം ഇപ്പൊ മരിച്ചിട്ടുണ്ട്. ആ മരിച്ചതിന്റെ ശേഷം ഒരു മൗലവി പറയാണ്, ഈ ഖാദർ മൗലവിന്റെ തീട്ടത്തിന് വരെ തൗഹീദുണ്ട്. ഇത് ഞാൻ പച്ചക്ക് പറയും. കാരണം വഹാബി മതം ജനങ്ങൾ വെറുക്കണം, ഈ മുജാഹിദ് മതം ജനങ്ങൾ വെറുക്കണം. തീട്ടം പറയുമ്പോൾ ഒരു വെറുപ്പില്ല, ആ വെറുപ്പിനെ മുജാഹിദ് മതത്തോടും വേണം. അപ്പോഴാ ഈമാൻ ക്ലിയർ ആകുക. ഒരാൾക്ക്, ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് ഈമാൻ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ മുജാഹിദുകളോടുള്ള വെറുപ്പ് വേണം. ആ വെറുപ്പില്ല എങ്കില് ഈമാൻ ക്ലിയർ അല്ല. ഇത് ഞാൻ പറയുന്നതല്ല, മുത്തനബി പറഞ്ഞതല്ലേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ, മൻ അഹദസ, ആരെങ്കിലും പുത്തംവാദി ആയാൽ, ഔ ആവാ മുഹദിസൻ, ഇനി പുത്തംവാദി ആകണമെന്നില്ല, ആ പുത്തംവാദിക്ക് സുന്നിയൊക്കെ പറയുന്ന ആള് അല്ലെങ്കിൽ സുന്നി തന്നെയാണ്, പക്ഷെ പുത്തംവാദിക്കോ സംരക്ഷണം കൊടുക്കണ്ടോ, പുത്തംവാദിക്കോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? മുത്തനബി പറയാ, ഔ ആവാ മുഹദിസൻ, ഇനി പുത്തംവാദിക്കാർ സപ്പോർട്ട് ചെയ്താലും ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ലഅനത്ത് അവന്റെ മേലുണ്ട്, വൽ മലായിക, മലക്കുകളെ ലഅനത്തുണ്ട്. അപ്പൊ ഈ മുജാഹിദാള് വെറുക്കപ്പെടുന്ന മുജാഹിദാൾക്ക് ഒരു സംരക്ഷണം, അവർ വളരുന്ന രൂപത്തിലുള്ള ഒരു സംരക്ഷണം ഒരാളും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് അല്ലാഹു തആലാന്റെ ലഅനത്തുണ്ട്, മലക്കുകളെ ലഅനത്തുണ്ട്, സർവ്വസജ്ജനങ്ങളെ ലഅനത്തുണ്ട് എന്ന് മുത്തനബി പറഞ്ഞതാ. ഒരാള് ഒരു പുത്തംവാദിയെ കണ്ടാല് കൈകൊണ്ട് തടയുക, ഓനെ തച്ചുകൊല്ലാനൊന്നും അല്ല, ഓനോട് ഈ കൈകൊണ്ട് തടയുക എന്ന് പറഞ്ഞാല് അവനക്കെതിരെ കൈകൊണ്ടുള്ള സമരം, അത് ലേഖനം എഴുതിയിട്ടാണെങ്കിലും, ഇനി എന്താണ് അവനക്കെതിരെ മുജാഹിദുകളെ മനസ്സിലാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ മുജാഹിദുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സുന്നികളെ പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിക്ക് കൈകൊണ്ടുള്ള സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും ഇങ്ങനൊക്കെ പുത്തംവാദികളെ തടയണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇത് മുത്തനബി പഠിപ്പിച്ചതാ. പുത്തംവാദിയെ കണ്ടാൽ കൈകൊണ്ട് തടയണം, അവനക്കെതിരെ ലേഖനം എഴുതുക, അവർക്കെതിരെ നോട്ടീസ് ഒട്ടിക്കുക, അവനക്ക് എതിരെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ കൈകൊണ്ട് തട്ടുക, ഇതൊക്കെ കൈകൊണ്ടുള്ള സമര മുത്തനബി പഠിപ്പിച്ചേ പുത്തംവാദികൾക്കെതിരെ. അല്ലെങ്കിൽ നാവ് കൊണ്ട് തടയുക, അവനക്കെതിരെ സംസാരിക്കുക. അപ്പൊ ഈ സംസാരിക്കും പോലൊക്കെ തന്നെ ഇതൊക്കെ കേട്ടിട്ട് ഒരാൾ ഈ മുജാഹിദ് മതം മനസ്സിലാക്കിയാണ്ട് അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലൊക്കെ അതിന് കഴിച്ചിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മുതൽക്കൂട്ടാണിത്. നബിയാണ് പറഞ്ഞതാണ്, ഈ ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കളും കിട്ടുന്നതിനെക്കാട്ടിലും ഹൈറാണ് ഈ മുഖേന ഒരാൾ ഹിദായത്തിലായാൽ. ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ട് തന്നെ നമ്മൾ ഈ പറയണത്. അപ്പോ ഈ മുജാഹിദ് മതം എല്ലാവരും മനസ്സിലാക്കണം, അതിൽ പെട്ടുപോകാൻ പാടില്ല, ഗൗരവമാണ്, അവസാനം നരകകുണ്ടാരത്തിലേക്ക് ചെന്ന് ചാടുന്നതാണ്. കാരണം വിശ്വാസം ക്ലിയർ അല്ല, മുത്തനബിയിലുള്ള വിശ്വാസവും അള്ളാഹുവിലുള്ള വിശ്വാസവും മുജാഹിദ് ക്ലിയർ അല്ല. അതുകൊണ്ട് തന്നെ ആ മതം അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളോട് ആ മതത്തെ തൊട്ട്, മുജാഹിദ് മതത്തെ തൊട്ട്, ഈ മുജാഹിദ്, ഈ ജമാഅത്തെ ഇസ്ലാമി, ഈ തബ്ലീഗ് ജമാഅത്ത്, പഴച്ചുപോയ കക്ഷികളൊക്കെ തൊട്ട് മുത്തനബി പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കണട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണട്ടോ, അതിൽ നിങ്ങൾ പെട്ടുപോകരുതട്ടോ, അവർ നിങ്ങളെ പഴപ്പിക്കും എന്നൊക്കെ മുത്തനബി പറഞ്ഞതാ. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ വലാ അൻതും ആബാഉകും എന്നുള്ള ഹദീസ് അല്ലേ മുത്തനബി പറഞ്ഞത്. നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങളെ പൂർവികർ കേൾക്കാത്ത, ഉപ്പാപ്പമാര് കേൾക്കാത്ത ആശയങ്ങളുമായിട്ട് ഇവിടെ വരും ഒരു വിഭാഗം, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണട്ടോ, സൂക്ഷിക്കണട്ടോ, അവർ നിങ്ങളെ പഴപ്പിച്ചിട്ടോ എന്ന് മുത്തനബി നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം പൂർവികർ ആരും കേൾക്കാത്തതാണ് ഇവര് കൊണ്ടുവരിക. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസത്തിൽ 100 പ്രാവശ്യം തെറ്റ് ചെയ്തു. പച്ചക്ക് മുജാഹിദുകളെ എഴുതി വെച്ചതാണ്. മനസ്സിലാക്കണം. സ്വഹാബത്തൊക്കെ നുണ പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിന്റെ മേലിൽ നുണ. ഇങ്ങനെ ആകെയാല് നമ്മളെ പൂർവികർ കേൾക്കാത്ത, ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഇമാമിങ്ങൾക്കും ഒന്നും പരിചയമില്ലാത്ത ആശയങ്ങളുമായിട്ടാണ് ഇത്തരം കക്ഷികൾ, അത് ജമാഅത്ത് ഇസ്ലാമി ആയാലും മുജാഹിദ് ആയാലും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ മുത്തനബിനെ കുറിച്ച് മുജാഹിദിന്റെ 2010 അൽമനാറിൽ എഴുതുകയാണ്. എന്ത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മുജാഹിദ് എഴുതുകയാണ്. അല്ലാഹു തആലക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ കുറേ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് മുത്തനബിക്ക്. ആ
ആലോചിച്ച് നോക്കണങ്ങള്, മുത്തുനബിക്ക് തന്നെ വീഴ്ചകള്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ മുത്തുനബിനെ അല്ലാഹു തആല ആക്ഷേപിച്ചു എന്ന് പച്ച മലയാളത്തില് എഴുതി വെച്ച കൗമാണിത്. മുത്തുനബിക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞാലേ ഓ എവിടെത്തി? ഓ മുസ്ലിമാ? അപ്പൊ ആ മതത്തിൽ പെട്ടുപോകരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഖാദർ മൗലവിന്റെ തീട്ടത്തിന് വരെ തൗഹീദുണ്ട്, അതിമേലും പൈസ ഉണ്ടാക്കാൻ നോക്കി മുജാഹിദാള്. തീട്ടത്തിന് തൗഹീദുണ്ട്, ആ തീട്ടത്തങ്ങൾ ഭയക്കണം എന്നൊക്കെ ഒരു പച്ചക്കര മൗലവി പ്രസംഗിച്ചതാ. അതിന്റെ തെളിവുമാണെങ്കിൽ ക്ലിപ്പ് ചോദിച്ചാലൊക്കെ നമ്മൾ ഇട്ടുതരാം. ഇതൊക്കെ ഇവിടെ നമ്മൾ നേരത്തെ കേൾപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ ഈ മുജാഹിദ് മതത്തിലും ഈ കോമാട മതത്തിലും ഈ കുരുവട്ടൂരി വ്യാജസിദ്ധന്റെ ഇതിലൊന്നും മുസ്ലിമീങ്ങൾ ആരും പെട്ടുപോകരുത് എന്നറിയിക്കുന്നു. ഓക്കെ, ഇത് പറയാനാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ തെളിവ് ആണെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളി, നമ്മൾ തെളിവ് തരാം. ഉള്ളതാ പറയാ, ഇല്ലാത്ത നമ്മൾ പറയില്ല. ഉള്ളത് പറയാൻ തന്നെ ടൈമില്ല. ഓക്കെ, ഇല്ലാത്ത ടൈമും വെച്ചാണ്ട് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണ് പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുജാഹിദ് മതത്തിൽ ഒരു മുസ്ലിമും പെട്ടുപോകരുത്, ഈ കോമാടം വ്യാജസിദ്ധന്റെ തീരും പെട്ടുപോകരുത്. അവൻ കള്ളൻ, അവൻ കണ്ടാ തന്നെ അറിയാം അവൻ കള്ളനാന്നുള്ളത്. അതിലും പെട്ടുപോകരുത്. അതൊക്കെ വഹാബി, മുജാഹിദ്, ഈ തെബിലീഗ്, അതുപോലെ ഈ കള്ളത്തൊരീക്കത്തുകാര്, ഈ ഷിയാക്കൾ, ഇവരൊക്കെ ലിംഗ. അതിലൊന്നും ഒരാളും പെട്ടുപോകരുത്.